വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. അഖില മിസ് ആണ്. സോ യെസ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബേസിക് സയൻസിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടായിരുന്നു അല്ലേ, ദ ചെയിൻ ഓഫ് ലൈഫ് അഥവാ ഒറ്റയല്ല ഒരു ജീവി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, എവിടെയും നമുക്ക് ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ സറൗണ്ടിങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെ, ജീവി അജീവിയ ഘടകങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നു, ഇക്കോസിസ്റ്റത്തിനെ പറ്റി നമ്മൾ പഠിക്കുന്നു, ജീവികൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിനെ പറ്റി, അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് അല്ലെ. ഫുഡ് ചെയിൻസ് ഒക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ള ഒരു പേരാണ്, അല്ലെങ്കിൽ ഒരു ടേം ആണ് ഇതെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. കുഞ്ഞു ക്ലാസ് മുതൽ നമുക്ക് എന്താണ് പരിചയമുള്ള, എവിടെയെങ്കിലും നമുക്കിപ്പോ കാര്യം എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും ഈ ഒരു ടേം നമുക്ക് എന്താണ് പരിചയം ഉണ്ടായിരിക്കും. ഇനി തൊട്ട് മുന്നേ നമ്മൾ പറയുന്ന സമയത്ത് LSSനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെ, 4ാം ക്ലാസ്സിൽ അതിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മക്കളാണെങ്കിൽ ഡെഫിനറ്റ്ലി കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. എന്താണിത് സംഭവം? സിംപ്ലി പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സസ്യങ്ങൾ അല്ലെ, നമ്മുടെ ഈ പറയുന്ന പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് അവര് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവര് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ആഹാരം പാകം ചെയ്യുന്ന ആ ഒരു പ്രക്രിയക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അറിഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക്, അതായത് ഈ പറയുന്ന ഓൾറെഡി ഈ ഒരു ടേം അറിയുന്ന മക്കളാണെങ്കിൽ അവർ അറിഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ് ഇപ്പൊ മിസ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതാണ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണ് നമ്മുടെ പ്ലാന്റ്സ്, അവര് സസ്യങ്ങൾ അല്ലെ, എങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒരു ചെടിയുടെ ചിത്രം കാണുന്നുണ്ട് അല്ലെ, നല്ലൊരു ചെടിയാണ്. അവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ആ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും കാണാം. പൂവുണ്ട്, തണ്ടുണ്ട്, റൂട്ട് അല്ലെ, വേരുണ്ട്, അതേപോലെ തന്നെ എന്താണ് ഇലകളും ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, എവിടെയാണ് നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത് എന്നറിയോ? എവിടെയാണ് ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ചെടി എന്ന് പറയുന്നത് ആഹാരം പാകം ചെയ്യുന്നത് എവിടെ വെച്ചാണ്? നമ്മളെ വീട്ടിൽ നമ്മൾ കിച്ചൺ എന്ന് പറയും അല്ലെ, അടുക്കള എന്ന് പറയും. അതേപോലെ നമ്മുടെ സസ്യങ്ങളുടെ കാര്യത്തിൽ, നമ്മുടെ പ്ലാന്റ്സിന്റെ കാര്യത്തിൽ അത് എവിടെയാണ്? അവരുടെ ലീവ്സ് ആണ് അല്ലെ, അവരുടെ ഇലകളാണ്. അപ്പൊ ഈ ഇലകളിൽ വെച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ആഹാരം പാകം ചെയ്യുന്നത്. അതിനവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്, എന്തൊക്കെ ഘടകങ്ങൾ, എന്തൊക്കെ കമ്പോണൻസ് ആവശ്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കേൾക്കുക മക്കളെ. ഒന്നെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വാട്ടർ ആണ്. അതാ നോക്കിയേ, നമ്മൾ ഈ പറയുന്ന നമ്മളുടെ എന്താണ് റൂട്ടിലൂടെ, നമ്മുടെ വേരിലൂടെ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു, സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യത്തിന് ജലം അല്ലെ, വാട്ടർ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ വാട്ടർ, ഈ പറയുന്ന വാട്ടർ, ഈ ഒരു ജലം ഉപയോഗിച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ജലം മാത്രം മതിയോ? പോരാ അല്ലെ. വാട്ടറിന്റെ കൂട്ടത്തിൽ തന്നെ ഇതാ നോക്കിയേ നിങ്ങൾ, കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു വാതകം ഉണ്ട് നമുക്ക്. കാർബൺ ഡയോക്സൈഡ് മിസ് ഇതാ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കാർബൺ ഡയോക്സൈഡ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. നമ്മളൊക്കെ എന്താണ് ശ്വസിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ശ്വസനം എന്ന് പറയുന്ന ഒരു പ്രക്രിയയുടെ ഫലമായിട്ട് നമ്മൾ പുറത്തേക്ക് വിടുന്ന, അന്തരീക്ഷത്തിലേക്ക് വിടുന്ന ഒരു വാതകം കൂടിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇലകളിലേക്ക് എത്തിപ്പെടുകയാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡും ഈ വാട്ടറും കൂടെ ചേർന്നിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിന്റെ പ്രസൻസിലാണ്? അതാണ് ഇമ്പോർട്ടന്റ് അല്ലെ, ലൈറ്റിന്റെ പ്രസൻസിലാണ്. അപ്പൊ സൺലൈറ്റ് എന്ന് പറയുന്ന ആള്, സൺലൈറ്റ് എന്ന് പറയുന്ന ആൾ എന്താണ്, വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് നമ്മുടെ ഈ പറയുന്ന ചെടികൾ, പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു, അവരുടെ ഇലകളില് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ ചേർന്നിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ ആഹാരം പാകം ചെയ്യാനായിട്ട് ഇവരെ സഹായിക്കുന്ന ഒരു ഘടകമുണ്ട്. ഏതാണെന്ന് അറിയാവോ? നമ്മുടെ ഈ പറയുന്ന ഇലകളിൽ കാണപ്പെടുന്ന, നമ്മുടെ ലീവ്സിൽ കാണപ്പെടുന്ന ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു വർണ്ണകമുണ്ട്. ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ക്ലോറോഫിൽ അല്ലെ, നമുക്ക് യെല്ലോ കളർ എടുക്കാം. ഓക്കെ, ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട്. നമ്മൾ ഹരിതകം എന്ന് മലയാളത്തിൽ പറയും. ഈ ഒരു വർണ്ണകം, ഈ ഒരു പിഗ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പ്രകാശ സംശ്ലേഷണം നടക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടിയിട്ട് കാരണക്കാരനായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇലകളെ എന്ത് ചെയ്യുന്നത്, സജ്ജമാക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിന്റെ റിസൾട്ട് ആയിട്ട് എന്ത് കൂടെ ഉണ്ടാവുന്നുണ്ട്, നമ്മുടെ ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഫുഡിന്റെ കൂടത്തിൽ തന്നെ
ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട് അല്ലെ. അതാണ് ഇവിടെ കണ്ടോ ഏരോ മാർക്ക് പുറത്തേക്ക് ഇട്ടിട്ട് നമ്മൾ ഓക്സിജൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തൊക്കെയാണ്, വാട്ടർ അല്ലെ, ജലവും കാർബൺ ഡൈ ഓക്സൈഡും ആവശ്യമുണ്ട്, സൺലൈറ്റ് സൂര്യപ്രകാശവും ആവശ്യമുണ്ട്. ഇവർ മൂന്നും ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഘടകങ്ങളാണ് അല്ലെ. നമുക്ക് റൗണ്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഇവർ 3 പേരും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇലകളിൽ വെച്ചിട്ട് നമ്മളുടെ ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, ആഹാരം പാകം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രക്രിയക്ക് നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ് അഥവാ എന്താണ്, പ്രകാശ സംശ്ലേഷണം. അപ്പൊ വേണ്ട 3 ഘടകങ്ങൾ നമ്മൾ മറക്കരുത്, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും വേണം, ആൻഡ് എന്താണ്, സൺലൈറ്റും നമുക്ക് ആവശ്യമാണ്. നമ്മളോട് ചോദിക്കും കേട്ടോ, ഏതൊക്കെയാണ് ഈ പറയുന്ന ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായിട്ടുള്ള കമ്പോണൻസ്, ഘടകങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 പേരെ നമ്മൾ ഓർക്കുക. ഇനി നമ്മുടെ പിഗ്മെന്റിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിതകം അല്ലെ, ക്ലോറോഫിൽ. ഇതിന്റെ റിസൾട്ട് ആയിട്ടല്ലേ ഏതോ ഒരു പ്രൊഡക്റ്റും കൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ്, ഫുഡിന്റെ കൂടെ തന്നെ ഒരാളും കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ, നമ്മുടെ ഓക്സിജൻ ആണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർത്തു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, പക്ഷെ വെരി സിമ്പിൾ അല്ലെ. ഈ ഒരു ചിത്രത്തോടു കൂടി തന്നെ ഈ കാര്യം നമുക്ക് എന്താണ്, ക്ലിയർ ആയിരിക്കും. അപ്പൊ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വർഷം നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. വേഗം തന്നെ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ട് റിവിഷൻ ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. എന്നാൽ മാത്രമേ നമുക്ക് ഓരോ എക്സാമിനും ഫുൾ മാർക്ക് എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മുടെ ബേസിക് സയൻസിൽ മാത്രമല്ല ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. അപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മുടെ ക്ലാസ് 5 മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആണ് നമ്മുടെ സ്വന്തം എന്താണ്, പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ പൃഥ്വി ബാച്ചിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാരണം അവിടെ ലൈവ് ക്ലാസ്സും ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സും ഉണ്ട്. നമ്മൾ ഇങ്ങനെ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള പോർഷൻസ് ആണ് നമ്മൾ നോക്കുന്നത് അല്ലെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും അല്ലെ. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള നമ്മുടെ പൃഥ്വി ബാച്ചിൽ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. അടിപൊളിയായിട്ടിരിക്കുക. നമുക്ക് വീണ്ടും കാണാടാ. ബൈ.